കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക്. ആകാംക്ഷയോടെ, അക്ഷമയോടെ ടോട്ടോച്ചാൻ കാത്തിരുന്നു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ പുറത്തെടുക്കാനുള്ള സമയം അടുത്തു വരുന്നു. കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക്. മാസ്റ്ററുടെ പ്രയോഗമാണിത്. നിയന്ത്രിതമായ പോഷകാഹാരത്തെയാണ് കൊബായാഷി മാസ്റ്റർ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ചോറിനോടൊപ്പം കടലിൽ നിന്നൽപ്പം, മലഞ്ചെരിവുകളിൽ നിന്നൽപ്പം. സമീകൃതമായ പോഷകാഹാരം കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. പതിവ് ഭക്ഷണത്തിനുപരി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കണം എന്നിങ്ങനെയൊന്നും മാസ്റ്റർ അച്ഛനമ്മമാരോട് ഉപദേശിക്കാറില്ല. പറയുന്നത് ഇത്രമാത്രം: പാത്രത്തിൽ ചോറിനോടൊപ്പം കടലിൽ നിന്നൽപ്പം, പിന്നെ മലയിൽ നിന്നൽപ്പം. മീൻ, കൊഞ്ച്, ചിപ്പിയും ഞണ്ടും പോലുള്ള കടൽ ജീവികളുടെ മാംസം എന്നിവയൊക്കെയാണ് കടലിൽ നിന്നുള്ളവ. മലകളിൽ നിന്നുള്ള വിഭവങ്ങൾ പച്ചക്കറികൾ, ആട്, കോഴി, പന്നി എന്നിങ്ങനെ. സംഗതി ഗൗരവമേറിയതാണ്. പക്ഷേ എത്ര ലളിതമായി മാസ്റ്റർ അവതരിപ്പിക്കുന്നു. മറ്റേത് അധ്യാപകനാണ് ഇതിന് കഴിയുക? അമ്മയ്ക്ക് കൊബോയാഷി മാസ്റ്ററെ വല്ലാതെ ഇഷ്ടമായി. ഉച്ചഭക്ഷണം തയ്യാറാക്കൽ അവർക്ക് മുൻപത്തതിലും എളുപ്പവുമായി. രണ്ടിനത്തിൽപ്പെട്ട ഓരോന്നും പതിവായി ഉണ്ടാക്കണമെന്ന് മാസ്റ്റർ പറയുന്നുള്ളൂ. അതിനൊരുപാട് ചിലവോ മെനക്കെടോ ഇല്ല. ഉദാഹരണത്തിന്, കരയിൽ നിന്നുള്ള ഭക്ഷണം എന്നാൽ കാട്ടുപയറിൻ്റെ തോരനോ ഒരു ഓംലെറ്റോ മതിയാവും. കടൽ വിഭവങ്ങളായി ഉണക്കിയ ബെനീറ്റോ മത്സ്യത്തിൻ്റെ ഒരു കഷ്ണമാവാം. ഇനി അത്ര തന്നെ വേണമെന്നില്ല. പായലോ കുന്നിൻ ചെരുവിലെ ചീരയോ മതി. ധാരാളം കടലും മലകളുമായി. ഇന്നത്തെ പോലെ മാസ്റ്റർ ചോറ്റുപാത്രങ്ങളുടെ മുന്നിലെത്തി. ഓരോരുത്തരുടെയും വിഭവങ്ങളിലൂടെ കണ്ണു പായിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. ടോട്ടോച്ചാൻ കൗതുകത്തോടെ, അല്പം അസൂയയോടെ മാസ്റ്ററെ ശ്രദ്ധിക്കുകയായിരുന്നു. കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഓരോ പാത്രങ്ങളായി പരിശോധിച്ചുകൊണ്ട് മാസ്റ്റർ ചോദിച്ചു. അതെത്ര രസകരമാണ്, കൊച്ചു ടോട്ടോ വിചാരിച്ചു. കടലിൽ നിന്നും മലകളിൽ നിന്നും ഓരോരുത്തരും കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്ന് കാണുക. ഹായ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തിരക്കു കാരണം രണ്ടിനങ്ങളിൽ ഒന്നേ തയ്യാറാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വരാം. പക്ഷേ പ്രശ്നമില്ല. പരിശോധന വേളയിൽ മാസ്റ്ററോടൊപ്പം അരയിൽ ഒരു ഏപ്രണും തിരുകി ഓരോ കയ്യിലും ഓരോ ചട്ടിയുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടാകും. ഒരു കുട്ടിയുടെ മുന്നിലെത്തി മാസ്റ്റർ പറഞ്ഞെന്നിരിക്കും, അല്പം കടല്. അവർ ഉടൻ തന്നെ ഒരു ചട്ടി തുറക്കുകയായി. നല്ല ചൂടുള്ള മീൻകറിയിൽ നിന്നും വെന്ത ചെക്കുവ മത്സ്യത്തിൻ്റെ 2 കഷ്ണങ്ങൾ ചോറ്റുപാത്രത്തിൽ കോരി വയ്ക്കും. അല്പം മലകളുടെ പങ്ക് എന്നാണ് മാസ്റ്റർ പറയുന്നതെങ്കിലോ, മലകളുടെ ചട്ടിയാണ് തുറക്കുക. അതിൽ നിന്നും ഒരു തവി ഉരുളക്കിഴങ്ങ് കറി, കിഴങ്ങിൻ്റെ മുഴുത്ത 2 കഷ്ണങ്ങളും. എനിക്ക് മീൻ ഇഷ്ടമല്ല എന്ന് കുട്ടികളാരും മനസ്സിൽ പോലും പറയാറില്ല. ചിലപ്പോൾ ഹായ്, ആ കുട്ടിയുടെ പാത്രത്തിൽ എന്തു നല്ല കറികളാ, പാവം, ഈ കുട്ടി കൊണ്ടുവരുന്നത് കൊള്ളില്ലല്ലോ എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ തോന്നിയാൽ പോലും. പക്ഷേ അപൂർവമായ ആ തോന്നലുകൾ തന്നെയും ആരും ഉറക്കെ പറയാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സംഗതി വളരെ ലളിതമാണ്. കടലിലെയും മലകളിലെയും പങ്കുണ്ടോ? അവർക്ക് തൃപ്തിയായി, സന്തോഷമായി, ഉത്സാഹത്തോടെ ഊണ് ആരംഭിക്കുകയായി. കടലിൽ നിന്നുള്ള പങ്കിൻ്റെയും മലകളിൽ നിന്നുള്ള പങ്കിൻ്റെയും രഹസ്യം മനസ്സിലായതോടെ കൊച്ചു ടോട്ടോയ്ക്ക് ആകെ അങ്കലാപ്പായി. തൻ്റെ ചോറും കറിയും അമ്മ രാവിലെ ധൃതി പിടിച്ചുണ്ടാക്കിയതാണ്. മാസ്റ്റർക്ക് തൃപ്തിയാവുമോ ആവോ? ശങ്കയോടെ അവൾ പാത്രം തുറന്നു. ടോട്ടോച്ചന് സന്തോഷമടക്കാനായില്ല. അതിവിശിഷ്ടമായ വിഭവങ്ങൾ. ഹായ് ഹായ്, അവൾ അറിയാതെ അട്ടഹസിച്ചു പോയി. മുട്ട നല്ല മഞ്ഞ നിറത്തിൽ പൊരിച്ചെടുത്തത്, പച്ചപ്പയറ് മെഴുകിയത്, തവിട്ട് ഡംബു, കൂട് മത്സ്യത്തിൻ്റെ പിങ്ക് നിറമുള്ള തോരൻ, എല്ലാം കൂടി വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ തിങ്ങിയ ഒരു ഉദ്യാനം പോലെ. അസ്സലായിട്ടുണ്ടല്ലോ ടോട്ടോച്ചാൻ, മാസ്റ്റർ അഭിനന്ദിച്ചു. അവൾക്ക് ആവേശം കയറി. ഉവ്, അമ്മ അസ്സലായിട്ട് കറി വയ്ക്കാൻ അറിയാലോ, അഭിമാനപൂർവ്വം അവൾ പറഞ്ഞു. ഉവ്വോ, നന്നായി നന്നായി, അതിരിക്കട്ടെ. ഇത് എവിടുന്നാണെന്നറിയോ? കടലിൽ നിന്നോ മലകളിൽ നിന്നോ? തവിട്ട് ഡംബുവിലേക്ക് ചൂണ്ടിക്കൊണ്ട് മാസ്റ്റർ ചോദിച്ചു. കടലിൽ നിന്നോ മലകളിൽ നിന്നോ? ടോട്ടോച്ചാന് സംശയമായി. അവൾ സൂക്ഷിച്ചു നോക്കി.
മണ്ണിൻ്റെ നിറം മാതിരിയുണ്ട്. അപ്പോൾ മലകളിൽ നിന്നുള്ളതാവും. പക്ഷെ ഉറപ്പില്ല. എങ്ങനെയാണ് പറയുക? തെറ്റിപ്പോയാലോ? എനിക്കറിയില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഡംബു എവിടുന്ന് വന്നത്? കടലിൽ നിന്നോ മലകളിൽ നിന്നോ? മാസ്റ്റർ എല്ലാവരോടുമായി ചോദിച്ചു. കുട്ടികൾ ആലോചിക്കാൻ തുടങ്ങി. അല്പം നേരത്തെ മൗനത്തിന് ശേഷം ചിലർ വിളിച്ചു പറഞ്ഞു, കടലിൽ നിന്ന്. മറ്റു ചിലരുടെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു. ആർക്കും പക്ഷേ ഉറപ്പ് പോരാ. ഞാൻ പറയാം, മാസ്റ്റർ പറഞ്ഞു. ഡംബുവിൻ്റെ സ്വദേശം കടലാണ്. അതെങ്ങനെയാ? ഒരു തടിയൻ കുട്ടിക്ക് സംശയമായി. മത്സ്യത്തിൽ നിന്നാണ് ഡംബു ഉണ്ടാക്കുന്നത്. അതായത് ഊണുമേശയുടെ മധ്യത്തിലായി നിന്നുകൊണ്ട് മാസ്റ്റർ വിശദീകരിച്ചു. ആദ്യം വെന്ത മീനിൻ്റെ മുള്ളു കളഞ്ഞ് കുറേശ്ശെ പൊരിക്കുന്നു. എന്നിട്ട് കൊച്ചു കഷ്ണങ്ങളാക്കി ഉണക്കിയെടുത്ത് മസാലകൾ ചേർക്കുന്നു. ഇത്രയുമായാൽ ഡംബുവായി. ഹോ! കുട്ടികൾ അന്തം വിട്ടുപോയി. ടോട്ടോച്ചൻ്റെ ഡംബു ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ചിലർക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചു. പിന്നെന്താ, ആയിക്കൊള്ളൂ, മാസ്റ്റർ സമ്മതം മൂളി. കുട്ടികൾ മുഴുവനും ടോട്ടോച്ചൻ്റെ ഡംബുവിന് ചുറ്റും കൂടി. ചിലർക്കൊക്കെ ഡംബു പരിചയമുണ്ട്. പക്ഷേ അവരുടെയും ആകാംക്ഷയ്ക്ക് ഒട്ടും കുറവുണ്ടായില്ല. അത്തരക്കാർക്ക് അറിയേണ്ടിയിരുന്നത് ടോട്ടോച്ചൻ്റെ ഡംബുവിൽ നിന്നും തങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ്. ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ച് കുട്ടികൾ മണം പിടിക്കാൻ തുടങ്ങി. കൊച്ചു ടോട്ടോയ്ക്ക് ആകെ അങ്കലാപ്പായി. ഇത്രയും പേരുടെ മൂക്കിൽ നിന്നുള്ള കാറ്റടിച്ച് ഡംബുവിൻ്റെ കഷ്ണങ്ങളെങ്ങാനും പറന്നുപോയാലോ? ടോമോയിലെ ആ ആദ്യ ഉച്ചഭക്ഷണവേളയിൽ ടോട്ടോച്ചാൻ ലേശം പരിഭ്രമിച്ചിരുന്നു എന്നത് നേര്. പക്ഷേ അതെത്ര രസകരമായിരുന്നു, എത്ര അത്ഭുതകരമായിരുന്നു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ എന്തെന്ന് അവൾ വിസ്മയത്തോടെ അറിഞ്ഞു. ഡംബുവിൻ്റെ ഉത്ഭവം മത്സ്യത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല, കടലിൻ്റെയും മലകളുടെയും പങ്ക് അമ്മ അവളുടെ പാത്രത്തിൽ ശ്രദ്ധാപൂർവം ഒരുക്കിയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുമില്ല. എല്ലാം കൊണ്ടും അവൾക്ക് തൃപ്തിയായി. ടോട്ടോച്ചൻ ഊണ് കഴിക്കാൻ ആരംഭിച്ചു. അത് അവളെ കൂടുതൽ ആഹ്ലാദ ചിന്തയാക്കി. കാരണം ഒക്കെ അമ്മ ഉണ്ടാക്കിയതാണ്. സാധുറ്റത്.